ഭാരത് വിനോദും ഭാരത് വിശ്വനാഥനും കോട്ടയത്തെ ഭാരതാശുപത്രി ഉടമകളായ വിനോദ് വിശ്വനാഥിന്റെയും സഹോദരി സ്മിത വിശ്വനാഥിന്റെയും പ്രിയപ്പെട്ടവർ. കഴിഞ്ഞ ജനുവരിയിൽ വിനോദ് ചരിഞ്ഞപ്പോഴുണ്ടായ വിയോഗം കുറച്ചൊന്നുമല്ലായിരുന്നു ഉടമസ്ഥർക്കും ആനപ്രേമികൾക്കും. ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരു ആനയായിരുന്നു ഭാരത് വിനോദ്. പെട്ടെന്നൊരു സാഹചര്യത്തിൽ അത് മരണം ഉണ്ടാവുകയും ഞങ്ങൾക്ക് വളരെ ഞങ്ങളുടെ എല്ലാ ഫാമിലി മൊത്തത്തോടെ ഞങ്ങൾക്കൊരു ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങളൊരു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ്റെ ലൈഫ് സൈസ് ഒരു ശില്പം വെക്കാമെന്ന് ഒരു തീരുമാനത്തിൽ വന്നത്. 8 വർഷക്കാലം വിനോദിനൊപ്പം ഉണ്ടായിരുന്ന പാപ്പാനാണ് ബബ്ലു. പണിത് തുടങ്ങുമ്പോൾ അവസാനം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ വീണ്ടും കാണുമ്പോൾ നമുക്കൊരു സങ്കടമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എപ്പോഴും എൻ്റെ കൂടെ തന്നെ അല്ലേ നിൽക്കുന്നത്. ശാന്ത സ്വഭാവമായിരുന്നു, കുസൃതിയൊന്നുമില്ല, ശാന്ത സ്വഭാവമായിരുന്നു. അതേ വലിപ്പത്തിൽ അതേ തലയെടുപ്പോടെ ശില്പത്തിലൂടെ ഭാരത് വിനോദിന് പുനർജന്മം നൽകിയത് വിപിൻ രാജ് ചക്കുമരശ്ശേരി എന്ന ശില്പിയുടെ കൈകളാണ്. 10 അടിക്ക് മേലെ ഉണ്ട് ഈ ശില്പം. പിന്നെ ഒരു 5 മാസത്തോളം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തത്. ഒരു ടീം വർക്കും കൂടിയാണത്. നമ്മളതിന് നേതൃത്വം വഹിക്കുന്നു എന്നുള്ളത് ഉണ്ട്. പക്ഷേ അതിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേർ മോശക്കാരില്ല. വർഷങ്ങളോളം ഒപ്പമുണ്ടായിരുന്നവനോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഈ ശില്പം. ക്യാമറമാൻ അനന്തു സുരേഷിനോടൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. നിതിൻ തോമസ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. നിതിൻ, അവരുടെ ഓരോ വാക്കുകളിൽ നിന്നും അറിയാം ആ ആനയെ അവർ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അത് മരണപ്പെട്ടതിന് ശേഷമാണ് ഈ പ്രതിമ നിർമ്മിക്കുന്നു. ആ പ്രതിമയ്ക്ക് അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ പോലും ആ പാപ്പാൻ്റെയൊക്കെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഈ വളർത്തുമൃഗങ്ങളോടുള്ള മനുഷ്യരുടെ സ്നേഹം പല രീതിയിലുള്ളതും അത് എങ്ങനെയൊക്കെ പ്രകടമാക്കാം എന്നുള്ളതും പല കഥകളിലൂടെ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അതിലേക്കാണ് ഭാരത് വിനോദും കടന്നു വരുന്നത്. ഈ ഭാരത് വിനോദ് അതുപോലെ തന്നെ ഭാരത് വിശ്വനാഥ് 2 ആനകളായിരുന്നു. ഈ 2 ആനകളും ഈ കോട്ടയത്തെ ഭാരത് ഹോസ്പിറ്റൽസ് ഉടമകളായ വിനോദ് വിശ്വനാഥും അതുപോലെ തന്നെ സ്മിത വിശ്വനാഥും ഇരുവരുടെയും ഉടമസ്ഥതയിലുള്ള ആനകളായിരുന്നു. ഇതിൽ ഭാരത് വിനോദ് കഴിഞ്ഞ ജനുവരിയിൽ ചരിയുകയാണ്. അകാലത്തിൽ ചരിഞ്ഞു പോയപ്പോൾ ഉണ്ടായ വേദന ഈ ആനപ്രേമികളെയും, കോട്ടയത്തെ ആനപ്രേമികൾക്കിടയിൽ പേരെടുത്ത ഒരു ആനയായിരുന്നു ഭാരത് വിനോദ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആനപ്രേമികൾക്കും അതുപോലെ തന്നെ ഉടമസ്ഥർക്കും ഉണ്ടായ വേദന, ഒരു തീരാ നഷ്ടം, അത് അവരോട് നമുക്ക് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഈ ആന ചരിഞ്ഞപ്പോൾ ഭാരത് വിനോദിന്റെ ഓർമ്മയ്ക്കായിട്ട് എന്ത് ചെയ്യാം എന്നുള്ള ഒരു ആലോചനയിൽ നിന്നുമാണ് ഒരു ശില്പം തയ്യാറാക്കാമെന്ന് ഉള്ള ആലോചന വന്നത്. അപ്പോൾ ഈ ശില്പം എങ്ങനെ ഉണ്ടാക്കണം, ആ ഭാരത് വിനോദിന്റെ അതേ തലയെടുപ്പിൽ, അതേ പൊക്കത്തിൽ, അതേ ഒരു വ്യത്യാസവും കൂടാതെ ഉണ്ടാക്കണമെന്നുള്ളൊരു ആലോചന വരികയും ഒരു ശില്പിനെ കണ്ടെത്തുകയും ആ ശില്പി 5 മാസം ഈ ആനയെ പരിപാലിച്ചിരുന്ന സ്ഥലത്ത് 5 മാസം താമസിച്ച് ഈ ഭാരത് വിനോദിന്റെ ശില്പം ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ശില്പം നമുക്ക് നേരിട്ട് കാണുമ്പോൾ തോന്നും ഇതൊരു ആന തന്നെ. ഒരു ഇച്ചിരി ദൂരത്തു നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആന അനങ്ങാതെ നിൽക്കുന്നതായിട്ടേ നമുക്ക് തോന്നുള്ളൂ. അടുത്ത് നിന്ന് നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ തൊട്ട് നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഇത് സിമെന്റിൽ തീർത്ത ഒരു ശില്പമാണ് എന്ന് മനസ്സിലാവുക. അപ്പോൾ ഈ ഭാരത് വിനോദിനെയും ഭാരത് വിശ്വനാഥിനെയും പരിപാലിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമുണ്ട്, ഇവർ പരിപാലിച്ചിരുന്ന സ്ഥലം. ആ പരിപാലിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ശില്പവും നിർമ്മിക്കുന്നത്. ഇത് കൂടാതെ ഒരു കാര്യവും കൂടെ ഉള്ളത് എന്തെന്ന് വെച്ചാൽ, ഈ ഭാരത് വിനോദും വിശ്വനാഥിനെയും പരിപാലിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഷെഡുണ്ട്. ആ ഷെഡിലാണ് ആനകൾ നിന്നിരുന്നത്. അപ്പോൾ ഈ ഷെഡ് പോരാ എന്ന് തോന്നിയിട്ട് ഒരു വലിയ ഷെഡ് കൂടെ അവിടെ പണിയുന്നുണ്ടായിരുന്നു. 2 ആനകളെയും ഒരുമിച്ച് നിർത്താനും അവയ്ക്ക് ഭക്ഷണം നൽകാനും ഒക്കെയുള്ള സൗകര്യത്തിനായിട്ട് ഒരു വലിയ ഷെഡും കൂടെ അവിടെ പണിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷെഡ് പണിതുകൊണ്ടിരുന്നപ്പോഴാണ് ഭാരത് വിനോദ് ചരിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഷെഡ് പൂർത്തിയാക്കാതെ അങ്ങനെയുള്ള ഒരുപാട് വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഇപ്പോൾ അവർക്കുള്ളിലുണ്ട്. ഭാരത് വിനോദിന്റെ ആ ഒരു വിയോഗം അത്രത്തോളം വേദനയോടുകൂടി അവരെല്ലാം ഉൾക്കൊള്ളുന്നു എങ്കിൽ പോലും ആ സ്നേഹം എന്നെന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു പൂർണ്ണകായ പ്രതിമ എപ്പോഴും ആ ഒരു മുറ്റത്തുണ്ടാകും. നിധിനാണ് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത്. ഇതെന്തായാലും